ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാസ് നോവല. അഗ്നിനേത്ര ഭാഗം 38. യാദവിൻ്റെ നോട്ടം അറിയാതെ നേത്രയിലേക്ക് നീണ്ടു. അഗ്നിയോട് ചേർന്ന് നിൽക്കുന്നവളെ കാണുകെ അവൻ അഗ്നിയോട് അസൂയ തോന്നി. അവന് വിളമ്പി നൽകുമ്പോഴുള്ള അവളുടെ മുഖത്തെ സന്തോഷം അതവനിൽ അസ്വസ്ഥത നിറച്ചു. നേത്രയോട് പ്രണയം അഭിനയിച്ച് നടക്കുമ്പോൾ ഒരിക്കൽ പോലും തോന്നാത്ത എന്തോ ഒരു ഫീൽ ഇന്ന് ഭർത്താവിനെ കെയർ ചെയ്യുന്നവളെ കണ്ടതും അവന് തോന്നി. എന്നാൽ ആ സമയം അനാമികയും ലതയും വല്ലാതെ ഞെട്ടിപ്പോയിരുന്നു. ഇന്നേ വരെ ഒരിക്കലും അഗ്നി അവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. വിശ്വൻ കാലു പിടിക്കുന്ന പോലെ പറഞ്ഞിട്ടും അയാളെ സങ്കടം കണ്ടിട്ട് കാശിയും കുടുംബവും വരെ പറഞ്ഞിട്ടും അഗ്നി അതിന് തയ്യാറായിട്ടില്ല. എല്ലാവർക്കും മുന്നിൽ താൻ പറയുന്നത് അഗ്നി അനുസരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടി അനാമികയും അവൻ അതിനായി നിർബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ ഈ ഒരു കാര്യം അനുസരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അവൾ പറഞ്ഞപ്പോഴേക്കും അവൻ അനുസരിച്ചത് അവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അനാമികയ്ക്കുള്ളിൽ ഭയമുണ്ടായി. കുറച്ചു മുന്നേ റൂമിൽ കണ്ട കാര്യങ്ങളും ഇപ്പോൾ അവനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവളെ കണ്ടതും അവൾക്ക് നേത്രയോട് പക തോന്നി. എങ്ങനെയെങ്കിലും നേത്രയെ തോൽപ്പിക്കണം എന്ന് തോന്നിയതും അഗ്നിയുടെ അടുത്ത് കസേരയിൽ ഇരുന്ന അനാമിക ഒന്നുകൂടി ആ കസേര അവനടുത്തേക്ക് നീക്കിയിട്ടു. അത് അഗ്നി കണ്ടെങ്കിലും ശ്രദ്ധിക്കാത്ത പോലെയിരുന്നു. ശേഷം അവൻ്റെ പ്ലേറ്റിലേക്ക് ഒരു ദോശ എടുത്തു വെക്കാൻ തുടങ്ങിയതും അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. എനിക്ക് വേണ്ടത് വിളമ്പിത്തരാൻ എൻ്റെ ഭാര്യ അടുത്തുണ്ട്. അനിയൻ്റെ ഭാര്യ അവൻ്റെ വയറ് നിറച്ചാൽ മതി. അഗ്നി പറഞ്ഞതും അനാമികയുടെ മുഖം അടി കിട്ടിയ പോൽ വിളറി വെളുത്തു. അവൾ മുഖം ഉയർത്തി നോക്കിയതും തന്നെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന നേത്രയെ കണ്ടതും വല്ലാത്ത അപമാനം തോന്നി. ശേഷം അവൾ നോക്കിയത് യാദവിനെയായിരുന്നു. തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന യാദവിനെ കണ്ട് അവളുടെ മുഖം കുനിഞ്ഞു. യാദവ് ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോയി. അത് കണ്ടതും ലതയും അവളെ രൂക്ഷമായി നോക്കി അവന് പിന്നാലെ പോയി. വിശ്വൻ എല്ലാം കണ്ടെങ്കിലും ഒന്നും പറയാതെ കഴിച്ച് അവസാനിപ്പിച്ച് കൈ കഴുകാൻ പോയി. അഗ്നി കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ പോയതും നേത്ര ടവലെടുത്ത് അവനടുത്തേക്ക് ചെന്നു. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് അഗ്നി അവളെ സാരിയുടെ മുന്താണിയിൽ അവൻ്റെ മുഖവും കൈയും തുടച്ചു. ചെറുചിരിയോടെ മുഖം ഉയർത്തിയവൻ തനിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നവളെ കണ്ടപ്പോഴാണ് താൻ ചെയ്ത പ്രവൃത്തി ഓർമ്മ വന്നത്. പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ സെറ്റുമുണ്ടിൽ തുടയ്ക്കാറുള്ള ഓർമ്മയിൽ ചെയ്തു പോയതാണ്. ഇന്ന് അവൾ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി അടുത്തു നിന്ന് വിളമ്പി തന്നപ്പോൾ വയറിനൊപ്പം മനസ്സും നിറഞ്ഞു. അമ്മയെ പെട്ടെന്ന് ഓർമ്മ വന്നു. അവൻ പതുക്കെ നെറ്റിയൊഴിഞ്ഞു. അവളെ നിൽപ്പ് കണ്ട് ചിരി വന്നെങ്കിലും അവൻ മുഖത്ത് ഗൗരവം എടുത്തണിഞ്ഞു. എന്താ? കപട ദേഷ്യത്തോടെ അവൻ ചോദിച്ചതും അവൾ ഞെട്ടി. അഗ്നിയുടെ ശബ്ദം കേട്ടതും നേത്ര ഞെട്ടി അവനെ നോക്കി. എന്തിനെങ്ങനെ പകച്ചു നിൽക്കുന്നതെന്ന്? ഒന്നുമില്ല. ഒന്നല്ലെങ്കിൽ മാറി നിൽക്ക്, എനിക്ക് പോവാൻ നേരായി. അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് നോട്ടം മാറ്റി മുന്നിൽ നിന്നും മാറി നിന്നു. തല കുനിച്ചു നിൽക്കുന്നവളുടെ ചെവിക്കരികിൽ ചുടുനിശ്വാസം തട്ടിയതും അവൾ നിന്ന നിൽപ്പിൽ വിയർത്തു. ആരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലും ആഹാരമുണ്ടാക്കി വിളമ്പിത്തന്ന് എൻ്റെ വയറും മനസ്സ് നിറച്ചതിന് നന്ദി. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന പോലുള്ള രുചി എനിക്ക് തന്നതിന് താങ്ക്സ്. അവൻ അത് പറഞ്ഞ് അവളിൽ നിന്നും അകന്നു നിന്ന് അവളെ ഒന്ന് നോക്കി മുന്നോട്ട് നടന്നു. എന്നാൽ നേത്രയ്ക്ക് നിന്നിടത്ത് നിന്നും അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയായിരുന്നോ താൻ അത് ചെയ്തത്? ഷീലേച്ചി പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത ഭാരം തോന്നിയത് കൊണ്ടല്ലേ താൻ ഭക്ഷണമുണ്ടാക്കിയത്? എങ്ങനെയെങ്കിലും ആളെ കൊണ്ട് കഴിപ്പിക്കണം എന്ന് കരുതിയല്ലേ നാടകത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അഗ്നിയെ കൊണ്ട് സമ്മതിപ്പിച്ചത്? എന്തിന്? ആ ആളുടെ കാര്യത്തിൽ എന്തിനാണ് താൻ ഇത്ര ആകുലപ്പെടുന്നത്? താൻ ഉണ്ടാക്കിയ ഭക്ഷണം അഗ്നി ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ മനസ്സല്ലേ നിറഞ്ഞത്? എന്തിനു വേണ്ടിയാണ് ആ ഒരാൾക്ക് വേണ്ടി താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവളുടെ മനസ്സിൽ നിമിഷ നേരം കൊണ്ട് ചോദ്യങ്ങൾ നിറഞ്ഞു. അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു. ഒരു നിമിഷം അതുപോലെ തന്നെ നിന്നു. തൻ്റെ ചിന്തകളെ നിയന്ത്രിച്ചു. എല്ലാം യാദവിനെ കാണിക്കാൻ വേണ്ടി. അവൻ ജീവിതം നശിപ്പിച്ച ഒരുവൾ അവൻ്റെ ചേട്ടനോട് ചേർന്ന് നിൽക്കുന്നത് കണ്ട് അവൻ തകരണം. അതിനു വേണ്ടിയാണ് ഇതെല്ലാം, അല്ലാതെ മറ്റൊന്നുമില്ല. അവൾ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ശേഷം അഗ്നിക്ക് പിന്നാലെ നടന്നു. എന്നാൽ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് നിന്ന് അഗ്നി ദേഷ്യത്തോടെ മുന്നിലേക്ക് നോക്കുന്നത് കണ്ടതും നേത്രയും മുന്നോട്ട് നോക്കി. അവിടെ കണ്ട കാഴ്ചയിൽ അവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു.
അഗ്നി കഴിച്ച് ബാക്കി വെച്ച ദോശ ഇരിക്കുന്ന പ്ലേറ്റ് തൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ച് അത് കഴിക്കാൻ നോക്കുന്ന അനാമികയെ കണ്ടതും നേത്രയിൽ അടങ്ങാത്ത ദേഷ്യമുണ്ടായി. തനിക്ക് അവകാശപ്പെട്ട ഒന്ന് തട്ടിയെടുക്കാൻ വന്ന പോലെയാണ് അനാമികയുടെ പ്രവൃത്തിയെ നേത്രയുടെ മനസ്സിൽ തോന്നിപ്പിച്ചത്. എന്നാൽ അഗ്നിക്ക് അവളുടെ പ്രവൃത്തി അവളോടുള്ള വെറുപ്പ് കൂട്ടുകയാണ് ചെയ്തത്. അനാമിക തൻ്റെ ഭാര്യയായിരിക്കുന്ന സമയത്ത് തനിക്ക് ഭക്ഷണം എടുത്തു പോലും തരാത്തവൾ ഇന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തന്നെ കാണിക്കാൻ വേണ്ടി മാത്രമാണെന്നോർത്തതും അവനിൽ പുച്ഛം നിറഞ്ഞു. ആ പ്ലേറ്റ് തട്ടിത്തെറിപ്പിക്കാൻ മുന്നോട്ട് നടന്ന അഗ്നി തൻ്റെ അരികിലൂടെ അതിനേക്കാൾ വേഗത്തിൽ മുന്നോട്ട് പായുന്ന നേത്രയെ കണ്ടതും അവിടെ തന്നെ നിന്നു. എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത് എന്ന ആകാംക്ഷ അവനിൽ നിറഞ്ഞു. തനിക്ക് മുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയതും അനാമിക മുഖമുയർത്തി നോക്കി. തനിക്ക് മുന്നിൽ തന്നെ ദഹിപ്പിക്കും വിധം ദേഷ്യത്താൽ നിൽക്കുന്ന നേത്രയെ കണ്ടതും അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. എന്താ ഉദ്ദേശം? അതേ ദേഷ്യത്തോടെ നേത്ര ചോദിച്ചതും അനാമിക അവളെ നോക്കി പുച്ഛിച്ചു. നീ കണ്ടില്ലേ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? അഗ്നി കഴിച്ച് ബാക്കി വെച്ച ഭക്ഷണം കഴിക്കാൻ പോകും. അത് എൻ്റെ അവകാശമാണല്ലോ. നിന്റെ അവകാശമോ? എന്ത് അവകാശത്തിൻ്റെ കാര്യമാണ് നീ പറയുന്നത്? അഗ്നിയുടെ ഭാര്യയായിരുന്നവൾ എന്ന അവകാശമാണോ? തന്നെ നേത്ര കളിയാക്കുകയാണെന്ന് മനസ്സിലായതും അനാമികയ്ക്ക് ദേഷ്യം വന്നു. അതേടി, അതേ അവകാശം കൊണ്ട് തന്നെയാ. അഗ്നിയുടെ ഭാര്യയായിരുന്നവളാണ് ഞാൻ. അപ്പോൾ അവനിലുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് അവകാശമുണ്ട്. വീറോടെ അവൾ പറഞ്ഞതും നേത്ര അവളെ നോക്കി ചിരിച്ചു. ഓ അങ്ങനെയാണല്ലേ. അപ്പോൾ യാദവിൻ്റെ കാര്യങ്ങൾ ആര് നോക്കും? ഓ ഞാൻ മറന്നു. ചേട്ടൻ കിട്ടിയ താലി കഴുത്തിലിട്ട് അനിയൻ്റെ കാര്യം നോക്കാനും കൂടെ കിടക്കാനും പോവാൻ തയ്യാറായ ആൾക്ക് തിരിച്ച് അനിയൻ കിട്ടിയ താലിയും ഇട്ട് ചേട്ടൻ്റെ കാര്യം നോക്കാനും ബുദ്ധിമുട്ട് കാണില്ല. നേത്ര പറയുന്നത് കേട്ടതും അനാമികയുടെ മുഖം വിളറി വെളുത്തു. അപ്പോഴാണ് അവരുടെ സംഭാഷണം കേട്ട് കൈ കെട്ടി ചുവരിൽ ചാരി നിൽക്കുന്ന അഗ്നിയെ അവൾ കണ്ടത്. അതുകൂടിയായതും എത്രയും പെട്ടെന്നും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് അവൾക്ക് തോന്നി. നേത്ര തുടർന്നു. പക്ഷേ ഇനി അങ്ങനെ വേണ്ട. അഗ്നിയുടെ കാര്യങ്ങൾ നോക്കാനും ഭാര്യയുടെ കടമകൾ നിറവേറ്റാനും ഞാനുണ്ട്. നേത്ര അഗ്നിദത്ത് വർമ്മ, നീ നിന്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഇനി ഒരു തവണ കൂടി അഗ്നിയുടെ ഏതെങ്കിലും കാര്യത്തിൽ നീ ഇടപെടുന്നത് കണ്ടാൽ എൻ്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല. താക്കീതോടെ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അനാമികയ്ക്ക് അവളോട് വല്ലാത്ത പക തോന്നി. എന്നാൽ അഗ്നി നിൽക്കുന്നത് കൊണ്ട് ഒന്നും പറയാതെ അവൾ തല കുനിച്ചു നിന്നു. അത് കണ്ടതും അവളുടെ മുന്നിൽ നിൽക്കുന്ന അഗ്നിയുടെ പ്ലേറ്റ് തൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ച് അതിലുണ്ടായിരുന്ന ദോശ നേത്ര കഴിച്ചു തുടങ്ങി. അതുകൂടി കണ്ടതോടെ ദേഷ്യത്തോടെ അനാമിക റൂമിലേക്ക് കയറിപ്പോയി. അവളെ നോക്കി പുച്ഛിച്ച് നേത്ര കഴിപ്പ് തുടർന്നു. എന്നാൽ അടുത്ത നിമിഷം തൻ്റെ മുന്നിലിരിക്കുന്ന പ്ലേറ്റ് ആരോ എടുത്തു മാറ്റുന്നത് കണ്ടതും അവൾ മുഖമുയർത്തി നോക്കി. മുന്നിൽ അഗ്നിയെ കണ്ടതും അവൾ എഴുന്നേറ്റു. മതി അഭിനയം. അവൾക്ക് മുന്നിൽ നല്ല ഭാര്യയായി കാണിക്കാൻ വേണ്ടിയാണ് നീ ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ചത് എന്നറിയാം. അവൾ പോയല്ലോ, ഇനി നീ വേറെ എടുത്ത് കഴിച്ചോ. അഗ്നി പറഞ്ഞതും അവൾ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അവൻ്റെ കയ്യിൽ നിന്നും ആ പ്ലേറ്റ് ബലമായി പിടിച്ചു വാങ്ങി. അവളുടെ പ്രവൃത്തിയിൽ അഗ്നിയുടെ കണ്ണ് മിഴിഞ്ഞു. ഞാനിത് കഴിച്ചെന്ന് കരുതി മാനൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. പിന്നെ ഇത് കഴിക്കേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് പകർച്ചവ്യാധി ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ ഞാനതങ്ങ് സഹിച്ചു. എൻ്റെ നേരെ കളയാതെ സാർ പോകാൻ നോക്കൂ. എനിക്ക് കുറച്ച് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകേണ്ടതാണ്. അതും പറഞ്ഞ് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നവളെ അഗ്നി പകപ്പോടെ നോക്കി നിന്നു. ഇവൾക്ക് ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ അറപ്പ് തോന്നുന്നില്ലേ? സ്വയം ചിന്തിക്കുന്നതിനൊപ്പം അവളുടെ കഴിക്കൽ കണ്ടതും ഒരു പുഞ്ചിരി അവനിൽ വിരിഞ്ഞു.